ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും ഒരു ടീസർ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ പിടിച്ചിട്ടുള്ള ഇന്ന് ഒരു പുതിയ ചിത്രത്തിന്റെ ഒരു എന്താ പറയുക കർട്ടൻ റൈസർ എന്ന് പറയുന്ന സംഭവം റിലീസ് ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വേറെ ഒന്നല്ല, ആസിഫ് അലിയുടെ ഏറ്റവും പുതിയൊരു ചിത്രമായിട്ടുള്ള ടിക്ക ടക്കോ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയുടെ ഒരു ടീസർ എന്ന് റിലീസ് ചെയ്തതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. രോഹിത് VS ആണ് ഇതിന് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. രോഹിത്തിനെ കുറിച്ച് ഞാൻ പറയാത്തത് നമുക്കറിയാം, കള എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. കള നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ മേക്കിംഗ് കൊണ്ട് തന്നെ ഡിഫറെന്റ് ആയിരുന്നു. ടോവിനോ തോമസിന്റെ വ്യത്യസ്തമായുള്ള പ്രകടനം തന്നെ കാഴ്ചവെച്ച മൂവി തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇതിന്റെ ടീസർ റിലീസ് ചെയ്തപ്പോൾ ഏകദേശം 38 സെക്കൻഡാണ് ഉണ്ടാകുന്നുള്ളൂ. ആസിഫിന്റെ എനിക്ക് തോന്നുന്നു 2024 റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നതിൽ വെച്ചിട്ട് പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ടീച്ചർ പോലെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ആസിഫ് അലി എന്ന് പറയുന്ന നടന്റെ ഒരു തിരിച്ചൊരു തലവൻ എന്ന് പറഞ്ഞതിന് ശേഷം ഒരു തിരിച്ചറിവ് ആവരിക്കുന്നുണ്ടെങ്കിൽ ഇതത്തിൽ ആ തിരിച്ചറിവ് സംഭവിക്കാൻ ചാൻസ് കൂടുതൽ തന്നെയാണ് എന്നാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഒരു കർട്ടൻ റൈസർ ഒന്ന് കണ്ടു നോക്കാം. ഏകദേശം 38 സെക്കൻഡോളം നേരത്തെ പറഞ്ഞതുപോലെ ബാ. ആ ടീസർ നമ്മൾ കണ്ടു. ടീസറിന് തുടക്കത്തിൽ തന്നെ ആസിഫിന്റെ ഇൻട്രോഡ്യൂഷൻ തുടങ്ങുന്ന ഒരു ഫൈറ്റ് സീൻ പോലെ തന്നെ അദ്ദേഹം അലറുന്ന ഭാഗമായിട്ട് കാണിച്ചിട്ടുള്ളത്. എനിക്കിന്ന് രണ്ട് പശ്ചാത്തലത്തിലായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു പഴയൊരു പശ്ചാത്തലത്തിൽ നിന്നും എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയെന്നൊക്കെ കാണിക്കുന്ന ഭാഗം കാണിക്കുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് ആക്ഷൻ പാക്കേജ് മൂവി തന്നെയെന്ന് കാര്യം യാതൊരു സംശയമില്ല. കാരണം തുടക്കത്തിൽ തന്നെ ഒരുപാട് പേർ കൂട്ടി നിൽക്കുന്നുണ്ട്. ഒരു നല്ല കാറ്റ് വന്ന ഭാഗം കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആസിഫ് അലി എന്തിനു ട്രെയിൻ ചെയ്യുന്ന ഭാഗം കാണിക്കുന്നുണ്ട്. ഇതിന്റെ മുകളിൽ കിടന്ന് തൂങ്ങുന്ന ഭാഗമായിട്ട് കാണിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് റൂമിൻ്റെ ഉള്ളിൽ കിടന്നു തന്നെ എന്തോ വെട്ടുന്ന പോലെ കാണിക്കുന്നുണ്ട്. ഫുൾ ആസിഫിലോടൊരു എന്താ പറയുക ഒരു ഇരുമ്പിച്ചായിട്ടുള്ള ഭാഗം തന്നെ കാണിച്ചില്ല. അവസാന ഭാഗത്ത് കാണിക്കുമ്പോൾ കുറച്ച് കാറ്റൊന്ന് കുറച്ച് ആൾക്കാർ കൈയോട് കാണിക്കുന്ന ഭാഗം കാണിക്കുന്നു. കുറെ പേര് ആവശ്യത്തോട് കൈകടിക്കുന്ന ഭാഗം കാണിക്കുന്നുണ്ട്. എനിക്കൊന്നും ഒരു പക്ഷേ ആസിഫ് എന്ന് പറയുന്ന ആ നടന്റെ അല്ലെങ്കിൽ ഇതിൽ അവതരിക്കുന്ന കഥാപാത്രത്തിന്റെ ഒരു വളർച്ച ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു ഭാഗത്തു നിന്നായിരിക്കും എന്ന് തോന്നുന്നു എനിക്ക് ചിത്രത്തിൽ. എന്തായാലും അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിക്കുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ എന്തായാലും അതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും പ്രതീക്ഷിക്കാം. ഇന്ന് ആസിഫിന്റെ ബർത്ത്ഡേ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അതിന്റെ ടീച്ചർ വന്നിട്ടുണ്ടാവുക. എന്തായാലും ഒരു ഹാപ്പി ബർത്ത്ഡേ ആസിഫ് ഇക്ക എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീഡിയോ നിർത്താണ്. എന്തായാലും ആ ടീച്ചർ ഒന്ന് യൂട്യൂബിൽ ലഭ്യമാണ്, കണ്ടുവരുന്ന അഭിപ്രായം രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോയിലും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ റിലേഷനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആ പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെയും കാത്തിരിക്കുന്നതായിരിക്കും. ബൈ ബൈ ഫ്രാൻസ്.